ഹായ് ഫ്രണ്ട്സ്. അപ്പം കഴിഞ്ഞ ദിവസത്തെ പ്രൊമോയില് എല്ലാവരും കണ്ടു കാണുമല്ലോ. സിബിൻ ക്വിറ്റ് ചെയ്യുന്നു. സിബിൻ ഇങ്ങനെ ബ്ലൈൻഡൊക്കെ കെട്ടി പുറത്തു പോകുന്നെല്ലാം നമ്മൾ കണ്ടു. അപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ലൈവില് ബിഗ് ബോസ് വീട്ടിനകത്ത് സിബിൻ ഉണ്ട് കേട്ടോ. പക്ഷെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സിബിൻ ഭയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അതായത് ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവനെ പറഞ്ഞാൽ അറിയില്ല, അതായത് സിബിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അവൻ എന്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്, പക്ഷെ അവൻ പറഞ്ഞാൽ കേൾക്കില്ല, എങ്കിൽ പോയി അവൻ അനുഭവിച്ചിട്ട് വരട്ടെ. ഇനിയിപ്പോ ടൈറ്റിൽ വിന്നർ ആയില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ബാങ്ക് ബാലൻസ് എങ്കിലും ഉണ്ടാവുമില്ല. അങ്ങനെ ഫണ്ണായിട്ടും അതിൽ കുറച്ച് കാര്യമായിട്ടും ഒരു നീണ്ട പോസ്റ്റ് ഒക്കെ ആര്യ ഇട്ടിരുന്നു. അതേപോലെ തന്നെ ആര്യ പിന്നെയും പറഞ്ഞിട്ടുണ്ട് സിബിൻ ഉള്ളത് കൊണ്ട് ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിലും എപ്പിസോഡെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ സിബിനെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇവര് തമ്മിൽ നല്ലൊരു ഫ്രണ്ട്സ് ആയതുകൊണ്ടും സീസൺ 2 ആര്യ പങ്കെടുക്കുന്നതിന് മുൻപ് തന്നെ ഏഷ്യനെറ്റിലൊക്കെ ഉള്ളതുകൊണ്ടും ആര്യയ്ക്കുണ്ടായ അനുഭവം വളരെ നെഗറ്റീവാണ്. അതിൽ വിഷം എന്നുള്ളൊരു പേരൊക്കെയാണ് ആര്യയ്ക്ക് കിട്ടിയത്. ആ സീസൺ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും ആര്യയ്ക്ക് ഭയങ്കര നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടിയത് ആര്യയ്ക്കാണ്. സോ അപ്പോൾ സിബിൻ ഇതില് സീസൺ 6 വരുന്നു എന്ന് പറയുമ്പോൾ ആര്യ തന്റെ അനുഭവം പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിബിനൊക്കെ നേരത്തെ അറിയാം. അതേപോലെ തന്നെ ഇപ്പോൾ സിബിൻ വരുന്നതിന് മുൻപും ഏഷ്യനെറ്റിന്റെ പ്രോഡക്റ്റ് തന്നെയാണ് സിബിന്. സോ എന്നിരുന്നാലും ഒരു എന്താ പറയാ, ഒരു പ്രിവിലേജും കിട്ടാതെ ആര്യയ്ക്ക് ഒരുപാട് നെഗറ്റീവ് വന്നുകൊണ്ട് സിബിനെ കുറച്ച് ഉപദേശിച്ചിട്ടുണ്ടാവാം. നീ ഇതിൽ പോകണ്ട, പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല, പോയ പോലെ നീ തിരിച്ചു വരികയാണെങ്കിലോ അല്ലെങ്കിൽ നിന്റെ പേര് ഡാമേജ് ആകുകയാണെങ്കിലോ ഒന്നുകൂടി നീ റീതിങ്ക് ചെയ്യുന്നില്ല അവർ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഫ്രണ്ട്ലി ടോക്കൊക്കെ നടന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും വൈൽഡ് കാർഡിൽ വന്നപ്പോൾ സിബിൻ വന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ എപ്പിസോഡിൽ ആ ഒരു ഗസ്റ്റർ കാണിച്ചതിന് പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. വെളിയിലും നിങ്ങളുടെ ക്വാളിറ്റി എന്നൊക്കെ വെച്ച് പറഞ്ഞപ്പോൾ സിബിൻ ഒരുപക്ഷെ ഓർത്ത് കാണും, അത് കഴിഞ്ഞിട്ട് ഒന്ന് റീതിങ്ക് ചെയ്ത് കാണും. ഇതുപോലെ ഒരു ഫെയിമായ ആര്യ ബിഗ് ബോസിൽ വന്നിട്ട് ആര്യയ്ക്ക് കിട്ടിയത് കംപ്ലീറ്റ് പേര് ഡാമേജ് ആയി, അതുപോലെ കരിയർ തന്നെ ബാധിക്കുന്ന വിധത്തിലൊക്കെ ഭയങ്കര നെഗറ്റീവ് അടിച്ചു. സോ ഞാനും ഇതുപോലെ വരുകയും ചെയ്തു. ഇപ്പൊ വെളിയിൽ പ്രേക്ഷകർ പറയുന്നു എന്നുള്ളത് അങ്ങനെ പറയുകയാണെങ്കിൽ എന്റെ കരിയർ, എന്റെ ലൈഫ്, മുന്നോട്ടുള്ളത് എല്ലാം സിബിൻ അങ്ങനെ വീണ്ടും ഓർത്ത് കാണുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ സിബിൻ ചിന്തിച്ചു കാണാം. അതോടെ സിബിൻ തകർന്നു കാണും. പക്ഷെ സിബിൻ അറിയുന്നില്ല എന്താ പറയുക, സിബിന്റെ വില എന്താണ്, സിബിനുള്ള ഫാൻ പവർ എന്താണ്, അല്ലെങ്കിൽ സിബിന്റെ ഗെയിം അവിടെ വന്ന് 2 ആഴ്ച കൊണ്ട് സിബിൻ ഉണ്ടാക്കിയ ഓളം, ബിഗ് ബോസ് വീട്ടിനകത്ത് കൊണ്ടുവന്ന മാറ്റം, ഇതെല്ലാം ജനങ്ങൾ നന്നായിട്ട് സ്വീകരിച്ചു എന്നുള്ളൊരു കാര്യം സിബിൻ അറിയുന്നില്ല. അകത്തുള്ളതുകൊണ്ടൊന്നും അറിയുന്നില്ല. പക്ഷെ സിബിനെ വിമർശിക്കുന്നവര് ഒരുപാട് പേരുണ്ട്. ഒരു ഷോയിൽ പങ്കെടുക്കുമ്പോൾ വിമർശിക്കുന്നവരും ഉണ്ടാകാം, ചേർത്ത് പിടിക്കുന്നവരും ഉണ്ടാകാം. അതിൽ കുറച്ച് വിഭാഗം പേര് വിമർശിക്കുന്നവരെ കണക്കിലെടുത്തുകൊണ്ടാകാം അങ്ങനെ ഒരു ഗസ്റ്റർ കാണിച്ചപ്പോഴും ലാലേട്ടൻ അത് എടുത്തു പറഞ്ഞത്. പക്ഷെ ആ ഒരു പേരിൽ ജനങ്ങൾ വിധി എഴുതട്ടെ എന്ന് പറഞ്ഞ് നിൽക്കാതെ സിബിൻ പുറത്താക്കിയിട്ട് ശരിക്കും പ്രമോൽ കണ്ട പോലെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കടുത്ത നിരാശയിലേക്ക് വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം സിബിൻ പോകരുത്, സിബിൻ ആ കളിയിൽ നിൽക്കണം എന്ന് തന്നെയാണ് ഭൂരിഭാഗം പേരും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതും. ഒരുപക്ഷെ തുടർന്ന് പോവുകയാണെങ്കിൽ കപ്പ് നേടാനുള്ള സാധ്യത വരെ സിബിനിലുണ്ട്, ആ പൊട്ടൻഷ്യലുണ്ട്. പക്ഷെ സിബിൻ ഇപ്പോഴത്തെ ഈ ഒരു ഇതിൽ അങ്ങനെ ലാലേട്ടൻ പറഞ്ഞു എന്ന ഒരൊറ്റ കാരണത്താൽ ഇനി എൻ്റെ ലൈഫ്, എൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ എൻ്റെ കരിയർ ഇതെല്ലാം പോകുമോ എന്നുള്ളത് ആരേക്കും ഉണ്ടായ പോലെ തനിക്കും അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളതെല്ലാം ആലോചിച്ച് തകർച്ചയിലേക്കാണ്, വീണ്ടും തകർച്ചയിലേക്കാണ് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഭയപ്പെടുന്നു. ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഇമേജ് എല്ലാം പോകും ആണല്ലോ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ ഒന്ന് ചിന്തിച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഈ ഗെയിമിലുണ്ട്, എല്ലാവരും അതുപോലെ തന്നെയല്ലേ, എന്നെ കൊണ്ടും സർവൈവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് സിബിൻ പിടിച്ചു നിന്നിരുന്നെങ്കിൽ നല്ലൊരു ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയേനെ. പക്ഷേ സിബിൻ അതൊന്നും ആലോചിക്കാതെ ഫ്യൂച്ചറും കരിയറും നോക്കി, അല്ലെങ്കിൽ എന്താ പറയുക, ഇനി ആരേക്കുണ്ടായ പോലത്തെ ഒരു അനുഭവമാണ് എനിക്ക് വന്നു കഴിഞ്ഞ് തകർച്ചയിലേക്ക് പോകുന്നതിനേക്കാളും വെളിയിൽ പോയി തന്റെ ഫ്യൂച്ചർ നോക്കുന്നല്ലേ നല്ലത്, തന്റെ കരിയർ വീണ്ടും കയ്യിൽ പിടിക്കുന്നതല്ലേ നല്ലത് എന്ന് ചിന്തിച്ച് തീരുമാനമെടുത്താൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും നഷ്ടം തന്നെയാണ്, സിബിന് നഷ്ടം തന്നെയാണ്. ഈ സീസൺ 6 നല്ലൊരു കണ്ടസ്റ്റന്റിനെയാണ് നഷ്ടമാകുന്നത്. അതേപോലെ സിബിനും നഷ്ടം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആലോചിക്കാതെ മുന്നും പിന്നും ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനം ശരിക്കും ഇത് ഇപ്പോൾ സിബിൻ
ചിന്തിക്കുന്നതായിരിക്കില്ല പുറത്ത് വന്ന ഈ ഫാൻ പവറും പ്രേക്ഷകരുടെ പ്രതികരണവും കൂടെ കാണുമ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്താനേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ജനങ്ങൾ വിധി എഴുതട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വീക്കെൻഡ് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ഔട്ടായി പോകട്ടെ. ഇത്രയും തകർന്ന് നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നീ ഈ വീടിന് കൊള്ളൂല എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ട് പുറത്താക്കണമെങ്കിൽ ആക്കിക്കോട്ടെ. അങ്ങനെ കണക്കാക്കാൻ പോലും, അങ്ങനെ ഒരു മാനസിക നിലയിൽ വരാതെ പോലും ഒരൊറ്റ പിടിവാശിയിൽ നിൽക്കുന്ന സിബിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല. സോ അപ്പൊ ഞാൻ കണക്കാക്കുന്നത് സിബിൻ ഭയപ്പെടുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്റെ കരിയർ എങ്ങനെ ബാധിക്കും. ശരി, ഇവരിങ്ങനെ പറയുകയാണെങ്കിൽ ഈ പണവും വേണ്ട, ഈ സ്ഥാനവും വേണ്ട, ഈ ഗെയിം വേണ്ട, അല്ലാതെ തന്നെ എനിക്ക് എന്റേതായ ഒരു കരിയർ എനിക്ക് വെളിയിൽ ഇതുവരെ എങ്ങനെയായിരുന്നോ അതുപോലെ എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. എനിക്ക് ഇനിയും കഴിവുകളുണ്ട്, ഇനിയും എനിക്ക് സമ്പാദിക്കാൻ പറ്റും. എന്റെ ഫ്യൂച്ചർ എങ്ങനെ ഭദ്രതയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റും. ഈ ഷോ ഇല്ലാതെ തന്നെ എനിക്കും വേറെ ലെവലിൽ എത്താൻ പറ്റും. എന്റെ ഐഡന്റിറ്റി ഞാൻ ഓൾറെഡി പ്രൂവ് ചെയ്താണ്. എനിക്ക് ഈ ഷോ കൊണ്ട് ഒന്ന് നേടണ്ട എന്നൊക്കെ ചിന്തിച്ച് എനിക്കിത് വേണ്ട, ഇനിയിപ്പോ എന്ത് കിട്ടിയാലും വേണ്ട എന്ന തീരുമാനത്തിൽ വന്നതുകൊണ്ട് അങ്ങനെ ഇട്ടെറിഞ്ഞ് പോവുകയാണോ എന്നുള്ളത് അറിയില്ല. സോ പോകുന്നു എന്ന് പറഞ്ഞ് പോകുന്നവരെ ഒരിക്കലും ബിഗ് ബോസിനും ഇനി പിടിച്ചു വെക്കാൻ പറ്റില്ല. ക്ഷമിക്കേണ്ടതെല്ലാം ക്ഷമിച്ചു കഴിഞ്ഞു. പക്ഷെ പോയ ശേഷം സിബിൻ ഇതിനേക്കാളും മാനസികമായിട്ട് ഇത്രയും എനിക്ക് പുറത്ത് ഇത്രയും സപ്പോർട്ട് ഉണ്ടായിരുന്നോ എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഒന്നും വേണ്ടിയിരുന്നില്ല, ആ ബിഗ് ബോസ് വീട്ടിൽ തന്നെ നിൽക്കാമായിരുന്നു എന്ന് സിബിന് തോന്നുന്ന ഒരു നിമിഷം ഉണ്ടാകാം. സോ നിങ്ങളുടെ അഭിപ്രായം അതിനെക്കുറിച്ച് താഴെ കമന്റ് ബോക്സിൽ പോരട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.